പഴയ കണക്ക് സ്വരങ്ങളൊന്നും വരുന്നില്ല. പാടി ഇന്നിനി അവനെ പേടിപ്പിക്കാം. അങ്ങനെ പറയില്ലേ, എനിക്ക് നീ അല്ലാതെ ആരാ ഉള്ളത്? നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ ഉണ്ട്. നീ വെച്ചിട്ട് വേണം എന്നേക്കൊരു പിടി. എന്തായാലും എൻ്റെ മോളെന്നെ ഇട്ടിട്ട് പോകൂലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പണ്ടൊരുത്തി ഞാൻ നമ്പിയതാ, ഞാനിപ്പോ പരലോകത്ത്. നീ വിഷമിക്കണ്ട, അവൾ കുടിക്കുന്നുമ്പേ നിന്റെ രക്തം ഞാൻ കുടിച്ചോളാം. ഉറക്കം വരുന്നോ? ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങാൻ പോവാ. നാളെ വിളിക്കാട്ടാ. ബൈ. ടൈം പോകയാ. ഇനി ചിഞ്ചുവിനെ വിളിക്കാം. ഹലോ മോളെ ചിഞ്ചു, ഏട്ടായി എത്തി. ആട പ്ലേ ബോയ് മവനെ. നീ ഒരു പ്രേതായിട്ടാണ് ചെക്ക കുളിച്ചിരിക്കുന്നത്. അതിന് താനേതാ? ഞാൻ എൻ്റെ കൊച്ചുമോനെ കാണാൻ വന്നതാടാ. ആ, തൻ്റെ കൊച്ചുമോ അവിടെ പെമ്പിള്ളേരോട് മാറി മാറി ചൊല്ലിക്കൊണ്ടിരിപ്പോ. പാരമ്പര്യം കാത്തു. പണ്ട് ഞാനും ജാനുവും കാർത്തിയാനിയൊക്കെ ഓർക്കുമ്പോൾ തന്നെ ആയുസ് തുടങ്ങിയിട്ടും കിളവൻ്റെ ആർത്തി ഒടുങ്ങിയില്ല. മാമ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ സെമിത്തേരിയിൽ ഒരുപാട് പെൺപ്രേതങ്ങളുണ്ട്. മാമ അങ്ങോട്ടേക്ക് ചെല്ലേ, സുഖമായിരിക്കും. മാമ അങ്ങോട്ട് പോയിട്ട് മക്കൾ ഇവിടെ തന്നെ ഇരിക്കണേ. ഒന്ന് അരിഞ്ഞേറിയിട്ട് വരും. ഓക്കെ. കിളവൻ പുല്ലി പേടിപ്പിച്ച് കെട്ടും പോയെൻ്റെ. പിന്നെ ഏട്ടായി വെക്കട്ടെ മോളെ. ഗുഡ് നൈറ്റ്. സീ യു. സീ യു ഡ്രീംസ്. ബൈ ബൈ. അവൻ ഫോൺ വെച്ചു. ഒരു വിദേശ പര്യടനം നടത്തിയിട്ട് വരാം. എന്താണ് എന്റെ സണ്ണി ചേച്ചി? ഇതെന്താ കൊടിമരമോ? സംസ്കാരമില്ലാത്ത പെണ്ണുങ്ങൾ ആത്മാവാണെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? പൂടിച്ച തെറിയല്ലേ വായിന്ന് വരുന്നത്. ഇതെന്തോന്ന് പറ്റിയതവനെ? ചെക്കൻ്റെ പാരമ്പര്യം കാത്തു.